മീഡിയയോടായിരുന്നു. ആസ് എ മീഡിയ പേഴ്സൺ മീഡിയ സൈഡില്ല. എന്നാൽ പോലും അവർ പക്ഷേ മീഡിയ സ്റ്റുഡൻസ് ഉണ്ടാവാം. ഇനി അവരോട് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ എന്തിനും എന്ന് ബ്രാക്കറ്റിലേക്ക് മുതിർന്ന മാധ്യമപ്രവർത്തകരോട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നായിരുന്നു തോന്നുന്നത്. ഇനി മുതിരാനിരിക്കുന്ന പിന്നെ മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പം ഒന്ന് സിനിമയെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ ആളെയല്ല. ഞാനിങ്ങനെ ഇവിടെ IFFK വന്നിട്ട് മൂലകീട്ട് സിനിമ കൊണ്ട് കൊണ്ടാണ്. അതിലപ്പുറം സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്കില്ല. ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് അല്ല, 2-3 ഒരു കാര്യം. ഇന്നലെ ഇവിടെ IFFKയുടെ വേദിയിലൊരു പ്രൊട്ടസ്റ്റ് നടന്നു, ചുമന സമരം നടന്നിരുന്നു. നിങ്ങൾ അതിൽ പങ്കെടുത്തവരുണ്ടാവും, അത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ടുള്ളവരുണ്ടാവും. നിങ്ങൾ പലരും അത് കണ്ടതാണ്. അവിടെ എനിക്ക് ഏറ്റവും അശ്ലീലമായി തോന്നിയ ഒരു കാര്യം, ഇവിടെ നിന്ന് മാത്രമല്ല ഇതുവരെ നടന്ന ചുമന സമരങ്ങളിലൊക്കെ തന്നെ എനിക്ക് ഏറ്റവും അശ്ലീലമായി തോന്നിയത് ഒരു പക്ഷേ സംഘപരിവാർ സംഘടനകളുടെ ഇടപെടലോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ ഇടപെടലോ ഇതിൽ സ്റ്റേറ്റിൻ്റെ ഇടപെടൽ പോലുമല്ല. എനിക്ക് അതിനേക്കാളൊക്കെ അശ്ലീലമായിട്ട് തോന്നിയിട്ടുള്ളത് മീഡിയയുടെ ഇടപെടലാണ്. ഇന്നലെ അവിടെ മാധ്യമപ്രവർത്തകർ ചിലർ ഒന്നുകൂടി പിന്നെ ചുമരിക്കും ഞങ്ങൾക്ക് ഫോട്ടോ കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അത് വളരെ പരസ്യമായിട്ട് പച്ചയ്ക്ക് ഇങ്ങനെ നേരെ നിന്ന് അവർ ചോദിക്കുകയാണ്. അതെനിക്ക് ഞാൻ വളരെ എംബാരസ്ഡ് ആയി പോയതെന്ന് വെച്ചാൽ, ഞാൻ ഈ പണി തുടങ്ങുന്ന കാലത്ത് ഞാൻ 17 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഞാൻ ഈ പണി തുടങ്ങുന്ന കാലത്ത് ഞാൻ കണ്ടു തുടങ്ങിയ വളരെ സീനിയറായ പത്രപ്രവർത്തകർ, വളരെ സീനിയറായ ഫോട്ടോഗ്രാഫർമാർ, അതായത് എനിക്ക് നീ പോണം എന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള മനുഷ്യര് മുന്നിൽ അവർ ഷൈൻ പ്ലീസ് ഒന്നും കൂടെ ഉപയോഗിക്കൂ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. ഇത് ഇവർക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് വോമായിട്ട് ഹഗ് ചെയ്യും, ഒന്ന് ചെക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്കൊരു കേസ് വന്നപ്പോൾ മുതൽ എൻ്റെ നമ്പർ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ പാർട്ടീസാണ് പലരും. എത്രയോ കാലമായിട്ട് ഞാനിവിടെ ഒരുമിച്ച് പത്രസമ്മേളനങ്ങൾക്ക് പോയി ഒരുമിച്ച് ചായ കുടിക്കുകയും വണ്ടിപരിപ്പ് തിന്നുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് കാലം. എന്നിട്ട് എനിക്കൊരു കേസ് വന്നപ്പോൾ എൻ്റെ പരിചയമേ ഇല്ല എന്ന് ഭാവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പത്രപ്രവർത്തകർ. അതൊക്കെ പോട്ടെ, അതൊക്കെ അവരുടെ പരിമിതിയായിട്ട് നമുക്ക് ഞാൻ മനസ്സിലാക്കും. പക്ഷെ ഇത് നിങ്ങൾ ഒന്നും കൂടി ഉണ്ടോ വയ്ക്കുമെന്ന് ഒരുതരം ഒരു അവകാശം പോലെ പറയുന്ന ഈ പണിയുടെ സമ്മർദ്ദം, ഈ പ്രൊഫഷൻ്റെ സമ്മർദ്ദം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ ഫോട്ടോ കിട്ടിയില്ല എങ്കിൽ അയാൾക്ക് ഓഫീസിൽ പോയി സമാധാനം പറയേണ്ടി വരും, അതെനിക്ക് മനസ്സിലാവും. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് വന്ന് പടം എടുക്കണം. അതിൽ 2ാമത്തെ കാര്യം, ഇങ്ങനെ തന്നെയാണോ, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ശൈലി ഇങ്ങനെ തന്നെയാണോ വേണ്ടത് എന്ന ഡിബേറ്റ് ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നടത്താൻ ഇത്രയും സീനിയറായ ആളുകൾക്ക് കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് അവർ ഈ പണി ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് ഇപ്പം ഒരുപക്ഷെ ഞാൻ എല്ലാ കാലത്തും ഒരു ഔട്ട് ഓഫ് ദ വേക്ക് ഇങ്ങനെ ജീവിച്ചു പോന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരാളായതുകൊണ്ടാവും. ഞാൻ ട്രെയിനി ആയിരിക്കുന്ന കാലം മുതൽ ഞാൻ എൻ്റെ എഡിറ്റർമാരോടും ഒക്കെ ഈ സംവാദം നടത്തിയിട്ടുണ്ട്. ജോലി പോകുമെന്ന ആശങ്ക എനിക്ക് ഉണ്ടായിരുന്നില്ല. ജോലി പോകുമെന്നുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടും അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. കാരണം ജോലി കിട്ടിയത് തന്നെ ഒരു ബോണസായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ പോലൊരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾക്കുള്ളതൊന്നും അല്ല ജോലി എന്ന് ആദ്യമേ ഒരു ധാരണ ഉണ്ടായിരുന്നുകൊണ്ട്, ഇത് എപ്പോൾ വേണമെങ്കിലും പോവാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നുകൊണ്ട് ജോലി പോവും എന്നുള്ളൊരു ഭയങ്കര ഭയം എനിക്ക് ഉണ്ടായിരുന്നില്ല. അഥവാ പോവില്ല എന്നുള്ള എന്തോ ഒരു, അതായത് ഇപ്പം ഞാൻ പറയുന്നത് ശരിയാണല്ലോ, ഞാനൊരു ശരിക്ക് വേണ്ടിയാണല്ലോ നിൽക്കുന്നത്, അപ്പോൾ പിന്നെ എന്തിനും എൻ്റെ പണി പോകണം എന്ന തരത്തിലുള്ള എന്തോ ഒരു വിചാരം, തെറ്റിദ്ധാരണ കൊണ്ടോ മറ്റോ ആണ് ഞാനിപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ന്യൂസ് റൂമിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ഈ ഒരു മിഡിൽ ലെവലിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള പിന്നെ വളരെ തുടക്കക്കാരായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒരു പക്ഷേ ഇത്തരം വിഷയങ്ങൾ ന്യൂസ് റൂമിനകത്ത് ഉന്നയിക്കാൻ പരിമിതികളുണ്ടാവും. അവർക്ക് അവരുടെ എഡിറ്ററോട് പോയിട്ട് വൈ ദ ഫക്ക് യു വോണ്ട് എ ഫോട്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകർക്ക്, സീനിയറായ മാധ്യമപ്രവർത്തകർക്ക്
ഇതേക്കുറിച്ചുള്ള ഒരു നെഗോഷിയേഷൻ അവരവരുടെ സ്ഥാപനങ്ങളിൽ നടത്താൻ പറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പറ്റാത്ത, ഇന്നലെ അവിടെ വന്ന് ഒന്നുകൂടി നിങ്ങൾ ഉമ്മ വയ്ക്കൂ എന്ന് പറയുമ്പോഴുള്ള അവരുടെയൊക്കെ ഒരു പരിഭ്രമം, അതായത് ഈ ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു ഒരു പ്രശ്നം, അത്രയ്ക്കൊക്കെ ഇൻസെക്യൂർ ആയിട്ട് ഇനിയും എന്തിനാണ് മനുഷ്യരിങ്ങനെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയേണ്ടതാണ് ഈ ഇൻസെക്യൂരിറ്റിയൊക്കെ. ഈ കൂടി വന്നാൽ എന്ത് സംഭവിക്കും? അത് തൂക്കിക്കൊല്ലുന്നില്ലല്ലോ. അതെനിക്കുണ്ട്. ഞാൻ കുടുംബവും ഒന്നുമില്ലാതെ തെരഞ്ഞ നടക്കുന്ന ആളൊന്നുമല്ല. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്, കുടുംബമൊക്കെ. ഇത് അല്ല ഞാൻ പറയുന്നത്. ഈ എല്ലാ നിങ്ങൾക്ക് വെറുതെ തോന്നാം, നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങൾക്കകത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടൊന്നും എളുപ്പത്തിലൊന്നും ഒരാൾ നിങ്ങളെ പറഞ്ഞു വിടുന്നില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പം എപ്പോഴും എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ ഞാൻ എൻ്റെ വളരെ വൈയക്തികമായ അനുഭവങ്ങൾ വെച്ച് പറയുകയല്ല. ഞാൻ ജോലി ചെയ്ത് ഞാൻ പേഷ്യൻറ്റിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല. ഐ ആം സിറ്റിംഗ് ഇൻ എ വെരി റിമോട്ട് പ്ലേസ്. എൻ്റെ ഹെഡ് ഓഫീസ് അങ്ങ് ഡൽഹിയിലാണ്. എനിക്ക് ഫേസ് ടു ഫേസ് ഒരാളെയും കാണണ്ട, എൻ്റെ എഡിറ്ററേയും കാണണ്ട, ബ്യൂറോ ചീഫിനെ കാണണ്ട, ഒരാളെയും കാണണ്ട. എനിക്ക് ഇവിടെ കേരളത്തിൽ ഇരുന്നാൽ മതി. സോ മൈ സിറ്റുവേഷൻ ഈസ് ഡിഫറെൻറ്റ് നൗ. പക്ഷെ അങ്ങനെ അല്ലാതിരുന്ന കാലത്തും എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള പല മാധ്യമപ്രവർത്തകർ, ദീപയാവട്ടെ അല്ലെങ്കിൽ അങ്ങനെ പലരും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ പണി ചെയ്തിട്ടുള്ളത് എല്ലാ കാലത്തും. അവരോട് പിന്നെ തിരിച്ച് നിങ്ങളിത് ചോദ്യം ചെയ്യാതെ ഇത് ചെയ്താൽ മതി എന്ന് പറയാൻ മുതിർന്നിട്ടില്ല എഡിറ്റർമാർ. അത് അവരോട്, അത്തരം മാധ്യമപ്രവർത്തകരോട് ഒരു കാര്യം മെനക്കെട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എന്നൊരു തോന്നൽ ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഇത് കോർപ്പറേറ്റ് മീഡിയയുടെ കാലമാണ്, ഒക്കെ ശരി. പക്ഷെ ഫോർ ദ ടൈം ബീയിങ് മലയാള മനോരമയും മാതൃഭൂമിയും ഒന്നും ആ അർത്ഥത്തിൽ കോർപ്പറേറ്റ് ആയിട്ടില്ലല്ലോ. ഇതൊരു ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനൊരു സമരം നടക്കുമ്പോൾ മീഡിയ വന്നിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഡിമാൻഡ് ചെയ്യുക. അതും കഴിഞ്ഞിട്ട് ആ തമ്പാട്ടി എന്ന് പറയുന്ന പെൺകുട്ടി, അവളോട് ഉണ്ടോയെന്ന് അറിയില്ല, അവൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെയൊക്കെ ക്യാമറ ഒരു പുരുഷ അവയവം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സത്യം പറഞ്ഞ സന്തോഷമായി. കാരണം എനിക്കൊക്കെ ഒരു തരം ബാഗേജ് ഉണ്ട്, ഈ സ്ട്രാറ്റജിക്കായി നിൽക്കുക എന്ന് പറയുന്ന ഒരു തരം ബാഗേജ്. എനിക്ക് ഈ പത്രക്കാരോട് അവൾ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ കണക്കായിപ്പോയി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എനിക്കത് പറയാൻ പറ്റില്ല. അപ്പം പത്രപ്രവർത്തകർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ട്രഡീഷണൽ മീഡിയയെ മാത്രം ആശ്രയിക്കുകയും ട്രഡീഷണൽ മീഡിയയാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു ജനറേഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനി പുതിയ ജനറേഷൻ ട്രഡീഷണൽ മീഡിയയെ ഇനി മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ മീഡിയ വെള്ളം കുടിച്ചു പോകുന്നത്. ഇവിടുത്തെ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഞാനിത് പറയാൻ കാരണം, തമ്പാട്ടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ കുറച്ച് പത്രപ്രവർത്തകർ വളരെ ചൂടായിട്ട് പിന്നെ അവളുടെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് ബഹളം വെച്ചു എന്ന് മാത്രമല്ല, നേരെ വന്നിട്ട് പറഞ്ഞു ഒരുപാട് അഹങ്കാരം കാണിക്കരുത്. അതായത് ഞങ്ങൾ സഹായിച്ചിട്ടാണ് നിങ്ങളുടെ ഈ സമരമൊക്കെ ഇത്രയും വലിയൊരു സംഭവമായത് എന്നാണ് ഈ ഒരു മിഥ്യാബോധത്തിൽ നിന്നും ഇവിടുത്തെ മീഡിയ പുറത്ത് കിടക്കുകയെന്ന് എനിക്ക് മനസ്സിലാകത്തെ. ഈ ഉത്തരം താങ്ങി പല്ലികളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ പത്രങ്ങൾ മുഴുവൻ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും ഈ സമരം വിസിബിളാണ്. അതിന് കാരണം സോഷ്യൽ മീഡിയ ആണ്. അതുമാത്രമല്ല, ഈ ഇവിടെ മാധ്യമപ്രവർത്തകരല്ലാത്തവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ചുമ്മാ ഉമ്മാക്കിയാണ്. ഇവർക്കങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഈ പറഞ്ഞ മാതിരി എവിടെ ഫോട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വെറും വേരട്ട. ഈ മീഡിയയുടെ ഈ ഒരു ഭീഷണിക്ക് ഇനിയുള്ള കാലത്ത് ആരും വഴങ്ങരുത് എന്നാക്കി പറയാനുള്ളത്.